വേഗം മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇത് ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സ്പോട്ടിൽ ഇങ്ങനെ മുറിക്കാം. ഇത് ആദ്യം ഇങ്ങനെ ഒട്ടിക്കാം. പള്ളിയിൽ കൊടുക്കേണ്ട പള്ളിയിൽ കൊടുക്കും, അമ്പലത്തിൽ കൊടുക്കണം അമ്പലത്തിൽ കൊടുക്കും. എല്ലാവരും വിശ്വാസമാണ് കടലോരത്തുള്ള. അതിനുശേഷം മത്സ്യത്തൊഴിലാളി എത്ര ഇവിടെ നമ്മളെ കടലോരത്ത് എത്ര പട്ടിണി ഉണ്ടായെന്നറിയാം. മുത്തുമണിത്തൂവൽ തരാ ക്രിസ്ത്യൻസും മുസ്ലിമും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് ഒരു തോണിയിൽ പണിപ്പോകുന്ന സ്ഥലമാണ് ഈ കണ്ണൂർ ഹാർബർ. പുതിയ ജനറേഷൻ വരുന്നുണ്ട്. കാരണം തൊഴിലില്ലായ്മയില്ലേ. നമ്മളിപ്പോ നമ്മളെ വല റിപ്പയർ ചെയ്യുന്നതാണ്. കാരണം വെച്ചാല് നമ്മളിതിനിടയ്ക്ക് 2 ദിവസം മുന്നേ പണിക്ക് പോയിട്ട് കടലിൽ നിന്ന് പേത്താന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വലന കടൽ മാക്കുകയെന്നും പറയും. വല അരിക്കുന്ന സാധനം. അത് വലക്ക് ആയിക്കഴിഞ്ഞ് തട്ടിക്കഴിഞ്ഞാല് നമ്മളെ പണി മുടങ്ങി. പിന്നെ ആ വലന നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ വേറെ നമ്മളെ മത്തിക്കെല്ലാം വല അടിച്ചാല് മത്തി അങ്ങനെ വലന്റെ ചോർന്നു പോകും. അതിന്റെ ഹീറ്റാറ് ചോർന്നു. എന്നാൽ അതിനുള്ള അടുത്ത മീനും പണിയും വരുമ്പോഴേക്കും ആ റിപ്പയർ ആയ സാധനത്തിന് വലന റിപ്പയർ ചെയ്യുന്ന പണിയിൽ തിരക്കിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അത് നമ്മളിപ്പോ എല്ലാവരും ഒരു 10-20 പേര് വന്നിട്ട് ആ പണിയെടുക്കുന്നത്. അതിപ്പോ ഏകദേശം ഒരു 1 ലക്ഷം റുപ്യ നഷ്ടം നമുക്ക് വല. വേറെ വല എടുത്തിട്ടിട്ട് പുതിയ വല എടുത്തിട്ടിട്ട് അത് പണിയെടുത്തിട്ട് അതിന്റെ ആൾക്ക് മൈനസ് പണിക്കൂലി അതെല്ലാം കൊടുത്തു തരുമ്പോ 1 ലക്ഷം റുപ്യ നഷ്ടമാണ്. ഇപ്പൊ എല്ലാവരും അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രമല്ല, ഇതിപ്പോ ഈ പേട്ടാന്ന് പറഞ്ഞ സാധനം തട്ടിയാൽ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെന്ന് വെച്ചാല് പണി സീസന്റെ സമയത്താണ്. സീസന്റെ സമയത്ത് ഇങ്ങനത്തെ പണിയെല്ലാം ഈ പേത്താന്ന് പറഞ്ഞ സാധനം തട്ടിക്കഴിഞ്ഞാല് പണിക്ക് പോകാൻ കഴിയില്ല, പണിയും മുടങ്ങും, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് സൂചിയല്ല, ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇളങ്കോൽ എന്ന് പറയും ഇതിനെ പണ്ട്. ഇത് ഇതിനകത്ത് നൂലിട്ടിട്ടാണ് നമ്മൾ വല ഈ സ്റ്റിച്ച് ചെയ്യുന്നത്, റിപ്പയർ ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക്കാ സാധനം. ഇത് ആദ്യം മുളകനെ കൊണ്ടാണ് ഉണ്ടാക്കല്. എന്നിട്ട് നമ്മളെ ഉണ്ടാക്കലാണ്. നമ്മളെ മുതിർന്നൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളെ അച്ഛന്മാരല്ലോ, അവരെന്നെ ഉണ്ടാക്കലാണ്. ഇതിപ്പോന്ന് വെച്ചാല് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നു പ്ലാസ്റ്റിക് കൊണ്ട്. ഈ ബ്ലേഡ് നെറ്റിക്കൊട്ടിക്കുന്നത് വെച്ചാല് നമുക്കിപ്പോ ഒരു പണി വല മുറിക്കണം, അല്ലെങ്കിൽ വല ഇങ്ങനെ കെട്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി. എളുപ്പത്തിന് നമ്മൾ താഴേൽ വെച്ചാല് കുഞ്ഞിട്ടെടുക്കണ്ടേ, എന്നിട്ട് നമ്മളെ സമയം വേസ്റ്റ് ആവും. അതിനു വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു കെട്ടിട്ട പാട് വേഗം മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ വെക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സ്പോട്ടിൽ ഇങ്ങനെ മുറിക്കാം. ഇത് ആദ്യം ഇങ്ങനെ ഒട്ടിക്കാം. അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. ട്രോളിംഗ് നിരോധനം എന്ന് വെച്ചാൽ അത് ബോട്ടായിരിക്കാം, ഫിഷിംഗ് ബോട്ട്, അതായത് അടിത്തട്ടിലെ മത്സ്യങ്ങൾ പിടിക്കുന്നവർക്കാണ് ട്രോളിംഗ് നിരോധനം. നമ്മൾ ഉപരിതല മത്സ്യം പിടിക്കുന്നവരാണ്, നമുക്കത് ബാധിക്കൂല. നമ്മൾക്ക് നമ്മുടെ ജീവിത പ്രശ്നമല്ല ഏറ്റവും വലുത്. മഴയും കാറ്റും വെച്ചാൽ അതിനെ നമ്മൾ തരണം ചെയ്ത് അങ്ങനെ പോക്കാണ്. കാറ്റ് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ട് കാറ്റ് ഏത് ഭാഗത്താണ് വരുന്നത് എന്നാൽ അതിനനുസരിച്ച് കരക്ക് വരാൻ പറ്റുമെങ്കിൽ കരക്ക് വരും, ഇല്ലെങ്കിൽ കടലിൽ തന്നെ നിന്നിട്ട് കാറ്റിനെ പ്രതികരിക്കാൻ പറ്റും പ്രതികരിക്കും. അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്ക് പോകണ്ടെന്നാല് നമുക്ക് ജീവിക്കണ്ടേ. ജീവിതം ഏറ്റവും വലുത്. കുട്ടികളെല്ലാവരും പഠിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പത്തിന്റെ കാര്യം നോക്കണം, വീട്ടിലെ ഭക്ഷണ സാധനത്തിലെ കാശെല്ലാം നോക്കണ്ടേ. നമ്മൾ കാറ്റ് നട്ട് പോകേണ്ടതിനെ കൊണ്ട് കാര്യമില്ലല്ലേ. പണിക്ക് പോവും, പോകുന്നിടയില് കാറ്റ് തട്ടും. അത് ഓരോ തോണിക്കാരെ ബുദ്ധിപൂർവ്വം ആ കാറ്റ് വരുമ്പോ എങ്ങനെ നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് അവരെ ബുദ്ധിപൂർവ്വം നീങ്ങും. അങ്ങനെ നമ്മൾ സാധാരണ പണ്ടേ എല്ലാവരും ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. നമ്മളെ തലമുറത്തെ ആൾക്കാര് നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂട്ടിയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്നത്. കാറ്റ് വരുമ്പോ എങ്ങോട്ട് ഓടണോ, ഏത് ദിശയാണ് കാറ്റ് വരുന്നത്, അതെല്ലാം നമുക്ക് മനസ്സിലാവും. കാർമേഘത്തിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാറ്റ് ഈ കാർമേഘത്തിന് കാറ്റ് വരും, ഇതിലേക്ക് കാറ്റ് വരൂല എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ആനുകൂല്യം എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം, നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്നൊരു കുടുംബം ഒരു മാസം ജീവിക്കണമെങ്കിൽ എത്ര വരും ഇത് വേണം. ഒരു 10,000 രൂപ ഇല്ലാണ്ട് ചുരുങ്ങിയത് ഒരു മാസം ജീവിക്കാൻ വേണ്ടി കഴിയില്ല, അല്ലെ? അതിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 10,000 രൂപ പോരാ. എന്നാലും നമ്മൾ ചുരുങ്ങിയ പറയാം, ഒരു സാധാരണ നോർമലായിട്ടുള്ള കുടുംബത്തിൽ ഒരു 10,000 രൂപ പോരാ ജീവിക്കണമെങ്കിൽ. അന്നേരം അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ സർക്കാർ വരുന്ന ഈ
തുച്ഛമായ പൈസയും നോക്കിയിട്ട് നിന്നാല് നമ്മളെ കുടുംബം പട്ടിണിയാവും. അതെല്ലാം കണക്കിലെടുത്തിട്ട് നമ്മള് ഇപ്പൊ റബ് സീസണിൽ കാറ്റും കോളും എല്ലാം കണക്കിലെടുത്ത് നമ്മൾ പണിക്ക് വന്നത്. ഈ സമയത്ത് ആ മീനിന് എന്തെങ്കിലും വില കിട്ടാം. ആ വില കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ പണിയില്ലാത്ത സമയത്ത് ഓരോ കുടുംബങ്ങളും 5-6 പവനെല്ലാം സ്വർണം ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് പണിയില്ലാത്ത സമയത്ത്. എന്നിട്ട് അത് എടുക്കണമെങ്കിൽ ഇപ്പത്തെ മീനിന് വിലയുള്ള സമയത്ത് പണിക്ക് പോയാലേ പറ്റുള്ളത്. അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് എല്ലാവരും പണിക്ക് പോകുന്നത്. പിന്നെ നമ്മളൊരു മനസ്സിൽ എല്ലാവരും ധൈര്യത്തിന്റെ പുറത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒന്നാവൂല, കടലമ്മ കാക്കും നമ്മളെ എന്നുള്ളൊരു വിശ്വാസമാണ്. കാറ്റായാലും മഴയായാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവും. നമ്മൾ പണിക്ക് പോകുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പം ക്രിസ്ത്യൻസും മുസ്ലിമും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് ഒരു തോണിയിൽ പണിക്ക് പോകുന്ന സ്ഥലമാണ് ഈ കണ്ണൂർ ഹാർബർ. എല്ലാവരും അവരവരായ ദേവിനെയും അള്ളാഹിനെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് രാവിലെ എല്ലാവരും പണിക്ക് പോകുന്നത്. എല്ലാവരും എന്തെങ്കിലും കടലിൽ എന്തെങ്കിലും ആപത്ത് എന്തെങ്കിലും പറ്റിയാലും നമ്മളെല്ലാവരും നേർച്ച ചെയ്യുന്നു. അല്ലെ പള്ളിയിൽ കൊടുക്കേണ്ട പള്ളിയിൽ കൊടുക്കും, അമ്പലത്തിൽ കൊടുക്കണം അമ്പലത്തിൽ കൊടുക്കും. എല്ലാവരും വിശ്വാസമാണ് കടലോരത്തുള്ള. അതുപോലെ നമുക്ക് കാറ്റും കോളലും ഇങ്ങനെ തട്ടിത്തിരിച്ചിട്ട് നമ്മളെ കരക്കെത്തിക്കുന്നുണ്ട്. പുതിയ ജനറേഷൻ വരുന്നുണ്ട്. കാരണം തൊഴിലില്ലായ്മയില്ലേ. ഗൾഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടമാനം ആൾക്കാർ പോയിട്ട് പണിയില്ലാണ്ട് അവിടുന്ന് നമ്മളെ ദേശത്ത് തന്നെ കുറെ കുട്ടികൾ പണിയില്ലാണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വരാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഈ കുട്ടികൾ പഠിച്ച കുട്ടികൾ തന്നെ ഗവൺമെന്റ് ജോലി കിട്ടാണ്ട് തന്നെ ഇപ്പൊ എത്രയോ കുട്ടികൾ ഇപ്പൊ നമ്മൾ കടലിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ പരമ്പരയായിട്ടുള്ള തൊഴിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ജീവിതമാർഗല്ലേ ഏറ്റവും വലുത്. അങ്ങനെയാണ്. പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് സർക്കാർ അസമയത്തെല്ലാം മത്സ്യത്തൊഴിലാളികളെ കുറെ പൊക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളി, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അതിനുശേഷം മത്സ്യത്തൊഴിലാളി എത്ര ഇവിടെ നമ്മളെ കടലോരത്ത് എത്ര പട്ടിണി ഉണ്ടായെന്നറിയാം. ആ സമയത്തൊന്നും സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവരവരെ ഭാര്യമാരേതായാലും അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയിട്ടായാലും എന്തെങ്കിലും സ്വർണ്ണങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ബാങ്കിൽ പണയം വെച്ചിട്ടെല്ലാം എല്ലാവരും ജീവിതം കഴിച്ചു വിട്ടത്. ആ സമയത്തൊന്നും നമ്മളെല്ലാം എന്താ പറയാ, മറ്റേ നേരത്തെ പറഞ്ഞ പോലെ കർഷകരാണെങ്കിൽ ചില ആത്മഹത്യയിട്ടുണ്ടാവും. നമ്മള് മത്സ്യത്തൊഴിലാളി ഒരു ധൈര്യത്തിന്റെ ഇതിലാണ് പണി വരും എന്നുള്ള പ്രതീക്ഷയില് ഇന്നില്ലെങ്കിൽ നാളെ വരുവാ എന്നുള്ള, അല്ലെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ കിട്ടൂടാ എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ജീവിച്ചു വന്നത്. നമ്മളങ്ങനെ വേർതിരിവൊന്നും കാണൂല. നമ്മളെ മത്സ്യത്തൊഴിലാളി പൊതുവെ ഇവിടെ കണ്ണൂരിൽ എല്ലായിടത്തുള്ള മത്സ്യത്തൊഴിലാളി എന്തിനും ഏത് സർക്കാരായാലും എന്തിനാ. ഇപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാലും നമ്മളെ സ്പോട്ടിന് എന്തെങ്കിലും തന്നെ അവിടെ പോലീസ് വരട്ടി അവരെ നമ്മൾ പോലീസ് ഹോസ്പിറ്റലിൽ എത്തിക്കും. അതേ നമ്മളെ അയൽവക്കത്തെ വീട്ടിൽ ഇപ്പൊ കടലേറത്തെന്തെങ്കിലും കടലേറിയിട്ടോ കാറ്റടിച്ചിട്ടോ വീടിരുന്നാല് രാത്രി നമ്മളെല്ലാവരും ചെറുപ്പക്കാർ വന്നിട്ട് അതിനു വേണ്ടി എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുക്കും. ഇനിയിപ്പോ പ്രളയം വന്നാൽ തന്നെ സർക്കാർ നമ്മളിപ്പം അങ്ങ് പോയിട്ട് തന്നെ ചെയ്തു കൊടുക്കല, അതിനും മടിയൊന്നുമില്ല, ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മളെ അങ്ങനെ ഒരു വേർതിരിവില് കണ്ടുപോലായിരിക്കാം നമ്മൾ. കാരണം നമ്മളെ മേഖലയിൽ പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരു കുട്ടിയും വന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എത്ര ആള് ജീവിക്കാൻ മാർഗിലാണെങ്കിലും കളിച്ചത് പൈസ ഇല്ലാണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഭാര്യ ഉണ്ടായാലും അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയ പെങ്ങന്മാരുടെ പോയിട്ട് വരെ സ്വർണം വാങ്ങിച്ചിട്ട് പണയം വെച്ചിട്ട് ജീവിച്ച വീട്ടിൽ അരി മേടിച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർ.